ചരിത്രമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മോസ്കിലാണ് ഞാൻ ഇന്ന് നോമ്പറക്കാൻ വന്നത്. ഇത് നമ്മുടെ അബൂബക്കാസ് മോസ്ക് എന്നാണ് ഇതിന് പറയാം. ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ് അബൂബക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇവിടെ ഉണ്ടാക്കിയ പള്ളിയാണിത്. സോ ഇവിടെ വന്നിട്ട് നോമ്പ് തുറക്കുന്നത് ഈ ചൈനയിൽ വന്നിട്ട് എന്റെ ഒരാഗ്രഹം, ആ ആഗ്രഹത്തിലോട്ടുള്ള നടത്തത്തിലാണ് ഞാനിപ്പോ. സോ അടുത്ത വിശേഷങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ നടക്കണതൊക്കെ ഈ മോസ്കിന്റെ കോമ്പൗണ്ടിൽ കൂടെ നോമ്പറക്കേണ്ട സമയമായതുകൊണ്ട് എല്ലാവരും ഇവിടെ ബിസിയാണ്. പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ AD 600 AD 1000 ഇടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി ചൈനയിലോട്ട് വന്നപ്പോൾ ഉണ്ടാക്കിയ പള്ളിയാണിത്. ഇവിടെ ദിവസം ആയിരക്കണക്കിന് ജനങ്ങളാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. നോമ്പ് തുറക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടെ നോമ്പ് തുറന്ന് പിന്നെ നേരെ പള്ളീൻ്റെ അകത്തേക്ക്. പള്ളിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ചൈനീസ് ആർക്കിടെക്ചറും ഇസ്ലാമിക് കൾച്ചറും കൂടി ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോസ്ക് ആണെന്ന് പറയാം. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പള്ളിയുടെ 3 ഭാഗത്തായിട്ടാണ് ഈ ഫുഡ് കൊടുക്കുന്നത്. ഇങ്ങനെ ലൈന് നിന്നിട്ട് തന്നെ വേണം ഈ ഫുഡ് മേടിക്കാൻ. ഈ 3 സ്ഥലത്തും 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡാണ് ഉണ്ടാവുക. അതിൽ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും അതിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്. പള്ളിയുടെ ഒരു ഭാഗത്ത് മന്തി, ഒരു ഭാഗത്ത് നൂഡിൽസും ആണ് കൊടുത്തിരുന്നതെന്ന് അറിയാൻ കഴിയും. എനിക്കാണെങ്കിൽ ചോറും മട്ടൻ കറിയും വെജീസാണ് കിട്ടിയത്. അവിടുന്ന് ഇഷാവും തറാവിയും നിസ്കരിച്ച് നേരെ ഹോസ്റ്റലിലോട്ട് മടങ്ങി. അൽഹംദുലില്ലാഹ് എന്തായാലും റാഹത്തായി. ചൈനയില് ഒരു ചുരുക്കം പള്ളികളെ ഇതുപോലെ അടിപൊളിയായിട്ട് റാഹത്തായിട്ട് ചെയ്യുന്ന പള്ളികളുള്ളൂ. എന്തായാലും കൂടാൻ പറ്റി, അൽഹംദുലില്ലാഹ്. ഇനി ഹോസ്റ്റലിലോട്ട് ബൈ.